വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ട് എന്താ പറയുക കുറേ ആയി എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചൻ്റെ മുകളിലായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ വയനാട്ടിലത്തെ ആ ഒരു സംഭവം കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യായിരുന്നത്. പിന്നെ അതിൻ്റെ മുമ്പ് ആ ഒരു സംഭവം നടക്കുന്ന 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലീൻ്റെ കൂടെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അത് ഞാൻ എന്താ പറയുക രാത്രി ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്താ പറയുക എഡിറ്റൊക്കെ ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചതായിരുന്നു. അങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എന്താ പറയുക എണീറ്റപ്പോഴാണ് ഈ ഒരു സംഭവം നമ്മൾ അറിയണത്. ഈ ന്യൂസൊക്കെ കേട്ടപ്പോൾ ആകെ ഷോക്കായി. 2 ആഴ്ച ഫുള്ള് എന്താ പറയുക വീഡിയോ ഇടണമെന്നോ ചാനൽ പോലും ഞാൻ നോക്കിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ സുഖമില്ലാതായി, പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക പുതിയ ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നാൽ ശരിയാവില്ല. പിന്നെ സബ് ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും വീഡിയോസ് ചെയ്യണ്ടേ. അതുകൊണ്ട് എന്താ പറയുക ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ആ ഫാമിലി വ്ളോഗ് ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണാം. വേറെ ഇപ്പം എന്താ പറയാനുള്ളത്, വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്തായാലും ചാനൽ എല്ലാവരും കയറി നോക്കുക, വീഡിയോസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കൂടെയുള്ള വീഡിയോ കാണാൻ പേരൂട്ടാം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വന്നിട്ട് സൺഡേ വ്ളോഗാണ്. വർക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാ സൺഡേയും ഞാൻ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് വീട്ടിൽ എല്ലാവരും ഉണ്ട്, ആരും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ഇങ്ങനെ എല്ലാവരും കണ്ടപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. അതിനെന്തായാലും എണീറ്റ് ബ്രഷിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒന്ന് ബ്രഷ് ചെയ്യണം, പിന്നെ ചായ കുടിക്കണം. 2 ദിവസമൊക്കെ ആയിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മഴ ഉണ്ടാവും എന്താവൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ബ്രഷ് ചെയ്യട്ടെ, എന്നിട്ട് ചായ കുടിക്കണം. എന്നും ചെയ്യണ പോലെ തന്നെ. അങ്ങനെ നമ്മൾ ഇഫമോൾ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അവൾക്ക് ഈ റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതോടെ സെറ്റ് ചെയ്ത് നമ്മൾ ഫോൺ അവിടെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓണാക്കി കൊടുത്താൽ മതി. ഓൾ ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. കാരണം അവൾക്ക് ആ റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്, ആ ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ അതിന് ഇങ്ങനെ അത് കണ്ടിട്ടുള്ള ഒരു നേളിയാണ് അവൾക്ക്. അപ്പോൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മോളെ മുമ്പിൽ ഞാൻ ഫോൺ വെച്ച് പോയത് എന്തൊക്കെയോ കാട്ടുണ്ട് കണ്ടിട്ട്, ക്യാമറയിൽ കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ ഫുട്ബോൾ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര മടിയാണ് ചായ കുടിക്കാൻ. അതിപ്പോൾ ആ ലൈറ്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ കുറച്ചൊരു ചായയും കുടിച്ചിട്ട് എൻ്റെ കൂടെ തന്നെയാണ് കഴിക്കണതൊക്കെ. അല്ലെങ്കിൽ കഴിക്കാൻ കിട്ടൂല, ഭയങ്കര മടിയാണ്, ഒന്നും കഴിക്കില്ല. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള പണികൾ നോക്കണം, തുടക്കണം, പിന്നെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഇഫമോൾക്ക് ഓളമ്മ തിന്നാൻ കൊടുക്കണ്ടേനെ ഈ പഴം അരച്ചിട്ട്, അതാണ് ഓൾ കഴിക്കൽ. അപ്പം അതിൻ്റെ ഇടയിൽ ഓൾക്കൊരു മുട്ടായി കിട്ടിയിട്ടുണ്ട്. അത് പൊട്ടിച്ചു കൊടുക്കാതെ കുറുമ്പാൻ എന്തോ കാട്ടാണ് ഓള്. എന്നോട് പൊട്ടിച്ചു തരാൻ പറഞ്ഞ് ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടില്ല. അതിൻ്റെ കുറുമ്പാണ് ഓൾക്ക്. അങ്ങനെ ഉമ്മ തിരുമ്പണോടത്തേക്ക് അവൾ വന്നിട്ടുണ്ട് വെള്ളത്ത് കളിക്കാൻ വേണ്ടിയിട്ട്.
പച്ചക്കളിയാ ഓൾ തുറന്നാണ് അല്ല അടുത്ത പരിപാടി ഞാൻ പറഞ്ഞ പോലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പം ഞാനും നാത്തും താത്തയും കൂടെ കൂട്ടിയിട്ട് രണ്ടാളും കൂടെ കൂടിയിട്ട് ഉണ്ടാക്കാണ്. നമുക്ക് എന്തായാലും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, നെയ്യില്ല അപ്പം നെയ്യ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും തപ്പിയൊക്കെ. എനിക്ക് എന്താ പറയുക, അങ്ങനെയൊക്കെ പറയില്ലേ, ഇപ്പോൾ കുക്ക് ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നിലൊരാൾ ബാക്കിലൊരാൾ വേണ്ടി വരും എല്ലാതും ഇങ്ങനെ എടുത്തരാനും തപ്പിക്കൂടെ. അപ്പം ഞാൻ അങ്ങനെ തപ്പണം അൽമാറയിൽ. ഇതിൻ്റെ അമ്മേൻ്റെ സാധനങ്ങളൊക്കെ വെക്കണം അൽമാറയാണ്. അതായത് പഴയ അൽമാറ നേരം കണ്ടിട്ടു. അപ്പം ഇതിലാകുമ്പോൾ കുറേ സാധനങ്ങൾ വെക്കാം. അപ്പം എന്തായാലും നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇതെല്ലാം ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഡാൽഡയാണ്. ഞാൻ ഡാൽഡയായിട്ടാണ് ഉണ്ടാക്കാൽ. ഇനിയിപ്പോൾ എത്തിയിട്ട് ഉണ്ടാക്കിയ ചുവ എന്തെങ്കിലും മാറുമെന്ന് കരുതിയിട്ടാണ് ഞാൻ നെയ്യോടെയും തപ്പണത്. അതിൻ്റെ ഇടയിൽ ഞാൻ അൽവാസിയുടെ വീട്ടിൽ പോയിട്ട് ഡാൽഡ ഉണ്ടാ ഞാൻ ചോദിച്ചത്. അപ്പോൾ അവിടെ അതില്ല, അവിടെ ഈ സംഭവം തന്നെ ഈ മിൽമ നെയ്യാണുള്ളത്. അപ്പോൾ എത്തിയിട്ട് ഉണ്ടാക്കിയ ചുവയൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും മറ്റേതിനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കുകയാണ്. കഴുകാണ്, ഇഷ്ടല്ല കഴുകാണ്. ഓലട്ടോ ബിരിയാണി ഓല ഒന്നിട്ടാ പോരാ. എടുക്കണില്ല, ഇടുവാ. നമുക്ക് എന്താ പറയുക, കറി ഉണ്ടാക്കാം. ഓക്കെ, ചോറ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറി ഇടാം. ചെക്കത്തോണ്ടൊക്കെ നല്ല തോന്നുന്നു. പിന്നെ കയറാതെ വെച്ചാൽ എനിക്കൊന്നും കാണില്ലാവാണ്. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമ്മൾ വഴറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കറികളൊരു അരപ്പുണ്ടാക്കുകയാണ്. തേങ്ങ, ജീരകം, പിന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്ന എല്ലാ മസാലയും തേങ്ങ ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് അതൊന്ന് അരച്ചിട്ട് ഇത് ഈ മസാലയ്ക്ക് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാ എന്താ പറയുക വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അരച്ചെടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ചിക്കന് ഒരു 3 വിസിൽ അടുപ്പിച്ച് വേവിച്ചിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചത് ഒഴിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നേരത്തെ പണി കഴിഞ്ഞു. ഇഫമോൾ നല്ല കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉറക്കിലാണ്. അപ്പോൾ കസിൻ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എവിടേക്കെങ്കിലും പോവല്ലേ, കുട്ടികളായിട്ട് എവിടേക്കെങ്കിലും പോവുക, മിനിയൂട്ടി പോവല്ലേ, കോട്ടകുന്ന് പോവല്ലേ, ബീച്ച് കാണാൻ പോവല്ലേ. അപ്പോൾ എന്തായാലും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്ത് മഴയൊന്നുമില്ല. അപ്പം എന്തായാലും പോവാന്ന് കരുതി, മിനിയൂട്ടി പോവാന്ന് കരുതി. ഇനി അതാ ഫുഡ് കഴിക്കണം. നമ്മളതാ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടം ചമ്മന്തി സലാഡൊക്കെ ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അത് തുറക്കൂല. അപ്പം എന്തായാലും മിനിയൂട്ടി പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പോണ കാര്യം പോവാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ഓൾക്ക് പോവാഞ്ഞിട്ടുള്ള ഒരു ഈറിയും കുറുമ്പൊക്കെയാണ്.
ഞങ്ങളിപ്പോൾ ഉള്ളത് മിനിയൂട്ടിയിലാണ്. എന്താ പറയാ, ഒരവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളവിടെ എത്താനാവണുള്ളൂ. നല്ല മഴയൊക്കെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുക്കാൻ പറ്റില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ മഴ ഒന്ന് കുറച്ച് ആക്കായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു വണ്ടിയിൽ നേരത്തെ പോയി. പിന്നെ ഓരോന്നും ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഓലയിട്ടൊന്ന് വന്നതാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ പെരുന്നാൾക്ക് ഓൾറെഡി വന്ന് പോയതുകൊണ്ട് പിന്നെ ഓല കൂടെ ഒന്നും കൂടെ ഒന്ന് വന്നതാണ്. ഐഫയറിനാകെ അന്തം വിട്ടിക്കണ. എന്താ ഉപ്പിലിട്ടത് വേണേല. എന്താ 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 തോന്നുന്നേ? ഇതല്ലേ അണ്ണാണ്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ പേരറിയാത്ത കുറേ സംഭവങ്ങളുണ്ട്. കുറേ എന്താ പറയുക, ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ. ഈ അണ്ണാൻകുട്ടീൻ്റെ ഒക്കെ എന്തൊക്കെ ഒരു വിഭാഗത്തിൽ പെട്ടതാണിത്. പിന്നെ ബേഡ്സിൻ്റെ ഇതിൽ കയറിയപ്പോൾ കുറേ പാരറ്റിൻ്റെ കുറേ ആൾക്കാരെ കണ്ട്. പിന്നെ പേരൊന്നും അറിയാത്ത കുറേ സാധനങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഫാമിലിക്കൊക്കെ വരാൻ പറ്റും. കുറേ ഫാമിലിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. കുട്ടികളൊക്കെ എന്താ പറയുക, ഈ ഓരോരോ സാധനങ്ങൾ കണ്ടിട്ട് ഐറ്റങ്ങളൊക്കെ പിടിച്ചാൻ വേണ്ടിയിട്ട് ഓടുകയാണ് എൻ്റെ പിന്നാലെ. കുട്ടികൾക്കൊക്കെ സത്യം പറഞ്ഞാൽ വണ്ടറടിക്കണം ഓരോരോ സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ. കുറേ പാരറ്റിൻ്റെതാണെങ്കിലും പിന്നെ ഫിഷസ് ആണെങ്കിലും കുറേ സംഭവങ്ങളുണ്ട്. ഐഫൊക്കെ കണ്ണ് തള്ളി നിൽക്കണം ഓരോരോ സാധനത്തിനെ കണ്ടിട്ട്. എന്താ പറയുക, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാനും ഇങ്ങനെ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളിപ്പോൾ ഇപ്പോഴാണ് വന്ന് ഇവരെ കൂടെ വന്നപ്പോഴാണ് ഇതൊക്കെ കാണേണ്ടത് തന്നെ. എന്താ പറയുക, ഫാമിലിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. കുട്ടികളൊക്കെ ഓരോന്ന് കാട്ടിന് കാണണം ഓരോരോ സാധനത്തിനെ കണ്ടിട്ട്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ എല്ലായിടത്തും കണ്ടു കഴിഞ്ഞ് നേരെ ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച്, ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകണം. നല്ല കോട മൂടിയിട്ടുണ്ട്. എന്താ പറയുക, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അങ്ങനെ എന്തായാലും ഒരു പോപ്കോണൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ വീട്ടിലെത്തി. ഇനി എന്താ ഫുഡൊക്കെ കഴിക്കണം. മോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എനിക്ക് ഫുഡ് കഴിക്കാണ്ട്. അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് വന്നപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ പെരും മഴ.
മഴ ആയതുകൊണ്ട് ഞാൻ ഇഫമോള് ഷോക്സ് ഇട്ട് കാണും. കാരണം ഇവിടെ നിലം ചവിട്ടുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. കാരണം ഇത് കാവ്യല്ല, ഒരു കടപ്പ് പോലത്തെ സാധനമാണ്. അത് ഭയങ്കര തണുപ്പായിരിക്കും മഴ ആയാൽ. അങ്ങനെ ഷോക്സ് ഇട്ടതാണ്. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാ.